ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പേജ് നമ്പർ 202 പ്രോബ്ലംസ് ആയിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 209 പ്രോബ്ലംസ് ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്: ഓൺ വാട്ട് ഫാക്ടേഴ്സ് ഡസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ്? അപ്പോൾ നമുക്കറിയാം, അത് ഓൾറെഡി തിയറിയിൽ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ആ റിലേഷൻ? നമുക്ക് ആദ്യം എഴുതാം. Resistance R is directly proportional to length inversely proportional to area, or R equal to rho L by A. ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക? ലെങ്ത്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഡിപ്പെൻഡ് അപ്പോൺ ദി മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. ഇത് ആൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതങ്ങനെ എഴുതാം. ഫസ്റ്റ് വൺ നമ്മൾ എഴുതിയിരിക്കണം, ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ് അപ്പോൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് എന്ന് എഴുതിയിരിക്കണം. ഫസ്റ്റ് വൺ നമുക്ക് ലെങ്ത് ഓഫ് എ കണ്ടക്ടർ, സെക്കൻഡ് വൺ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി ഗിവൻ കണ്ടക്ടർ, തേർഡ് വൺ മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ, fourth one temperature of the conductor, അപ്പോൾ ഈ 4 ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഒറ്റയടിക്ക് എഴുതാറുണ്ട് സൈസ് ഓഫ് ദി മെറ്റീരിയൽ എന്ന് എഴുതാറുണ്ട്. അപ്പോൾ സൈസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ലെങ്ത് ആൻഡ് ഏരിയയാണ് നമ്മൾ സൈസ് എന്ന് പറയാറ്. ഓക്കെ, എന്നാൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വിൽ കറണ്ട് ഫ്ലോ മോർ ഈസിലി ത്രൂ എ തിക്ക് വയർ ഓർ എ തിൻ വയർ ഓഫ് എ സെയിം മെറ്റീരിയൽ വെൻ കണക്റ്റഡ് ടു ദി സെയിം സോഴ്സ്? വൈ? അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത്, നമുക്ക് ഇലക്ട്രിസിറ്റി പാസ്സാകുന്നത് തിക്ക് വയറിലാണോ അതോ തിൻ വയറിലാണോ വളരെ സിമ്പിളായിട്ട് പാസ്സാവുക, അതോ കൂടുതലായി പാസ്സാവുക? അപ്പോൾ ഇത് നമുക്ക് മേലത്തെ റിലേഷൻ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് എഴുതാം, റെസിസ്റ്റൻസ് ആർ ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അപ്പോൾ ഈ കേസിൽ നമുക്ക് പറയുന്നത് ഇതാണ്: ഇഫ് ഏരിയ ഇൻക്രീസ് ആവുക എന്നുണ്ടെങ്കിൽ, ഞാനിവിടെ എഴുതാം, ഏരിയ ഇൻക്രീസ് ആവുക എന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് നമുക്ക് ഡിക്രീസ് ആവും. റെസിസ്റ്റൻസ് ഡിക്രീസ് ആയി കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ഇൻക്രീസ് ആകും, അഥവാ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഇൻക്രീസ് ആകും. അപ്പോൾ ഏരിയ ഡിക്രീസ് ആകുക എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആകും, കറണ്ട് ഫ്ലോ നമുക്ക് എന്താവും? ഡിക്രീസ് ആകും. ഓക്കെ, അപ്പോൾ ഈ ഏരിയ ഇൻക്രീസ് ആവുക എന്ന് പറഞ്ഞാൽ ഇത് തിക്ക് വയറാണ്, ഏരിയ ഡിക്രീസ് ആവുക എന്ന് പറഞ്ഞാൽ തിൻ വയറാണ്. ഓക്കെ, എന്നാൽ നമുക്ക് എഴുതാം, റെസിസ്റ്റൻസ് ആർ ഈസ് ഇൻവേഴ്സ്ലി proportional to the area of cross section of the wire. We know that the thick wire have higher area of cross section than thin wire. Therefore, the current flow will be more in thick wire than thin wire. ഓക്കെ, ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, നമുക്ക് ആ സെയിം എക്സസൈസിലുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതാണ്: let the resistance of an electrical component remains constant while the potential difference across the two ends of the component decreases
to half of its former value, what change will occur in the current through it? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, നമുക്ക് റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്, ബട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് ഫോർമർ വാല്യൂവിൽ നിന്ന് നമുക്ക് എന്താവാണ്, ഹാഫ് വാല്യൂ ആയിട്ട് നമുക്ക് ഡിഗ്രീസ് ആവുകയാണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലോ ആകുന്ന കറണ്ട് എങ്ങനെയായിരിക്കും, അതിൽ പാസ്സാകുന്ന കറൻറ്റ് ചേഞ്ച് എങ്ങനെയായിരിക്കും, ഇതാണ് ചോദ്യം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതാം. ഫ്രം Ohm's law V is directly potential difference between the two ends of the conductor is directly proportional to current passing through the conductor, or V equal to IR or RI. Okay, അപ്പോൾ ഇതിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്, if the potential difference increases, current also increases. If the potential difference decreases from the former value, current also decreases from the former value. അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഹാഫ് ആവുക എന്നുണ്ടെങ്കിൽ, if the potential difference becomes half, current also becomes half എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അതിൻ്റെ വെരിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പ്രൂഫ് നമുക്കെടുക്കാം. റെസിസ്റ്റൻസ് ഓഫ് ദി ഗിവൻ കോമ്പനൻറ്റ് എങ്ങനെ എടുക്കാം, R എന്ന് എടുത്തോളൂ. V is the potential difference of the component and current I is the current passing through the component. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് വൺ, ഇത് നമുക്ക് തന്നിരിക്കുന്നതാണ്. രണ്ടാമതായിട്ട്, if the potential difference becomes half, then the resistance, new resistance R dash എന്ന് എടുത്തോളൂ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് V dash എന്ന് എടുത്തോളൂ, കറൻറ്റിനെ I dash എന്ന് എടുത്തോളൂ. അപ്പോൾ നമുക്കറിയാം, we know that from the question R dash is remains constant എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ R dash is equal to R എന്ന് എടുക്കാം, R dash is equal to R എന്ന് എടുക്കാം. നമുക്ക് ഓംസ് ലോയുടെ റിലേഷൻ V equal to IR. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ന്യൂ കറൻറ്റിനെയാണ്. അപ്പോൾ നമുക്ക് എഴുതാം, ന്യൂ കറൻറ്റ് എന്താ തന്നിരുന്നത്, നമുക്ക് കറൻറ്റ് I dash അല്ലേ. അപ്പോൾ റിലേഷൻ എഴുതാം, R dash ഈക്വൽ ടു V dash by I dash. ഓക്കെ, ഓർ I ഡാഷിന് നമ്മൾ കണ്ടുപിടിക്കണം, I dash is equal to V dash by R dash. ഇപ്പോൾ നമുക്ക് V dash എങ്ങനെ ചേഞ്ച് ആകുന്നു, ഫ്രം ദ ഫോർമർ വാല്യൂ V dash ചേഞ്ചസ് ടു V/2. ഓക്കെ, R dash നമുക്കെങ്ങനെ സ്റ്റിൽ R ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം, therefore we can write I dash equal to V/2 by R. V/2 by R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I dash is equal to നമുക്ക് എന്തായിരിക്കും, V/2R. നമുക്ക് എന്താ, നമ്മൾ ആൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിരുന്ന R is equal to I is equal to V/R. അപ്പോൾ ഇതിനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I dash equal to നമുക്ക് എന്ത് കിട്ടും, I/2. അപ്പോൾ നമുക്ക് എന്താണ്, കറൻറ്റ് റിഡ്യൂസ്ഡ് ഹാഫ്. അപ്പോൾ if the potential difference decreases by half എന്ന് പറഞ്ഞാൽ current also becomes half എന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഇതിൽ നമ്മൾ തന്നത്. ഓക്കെ, ഇതിൻ്റെ ബാക്കിയുള്ള എക്സസൈസുകൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 4 നിന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, കാരണം നമുക്ക് ടൈം ഒരുപാട് എക്സീഡ് ആകുന്നുണ്ട്. ഇതിൻ്റെ സെയിം കണ്ടിന്യൂഷൻ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് മേളത്തെ ലിങ്കിൽ തൊട്ടാൽ മതി, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. താങ്ക് യു.